ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊള്ളി ചിപ്സ് ആണ്. നമുക്കിത് വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാം. പക്ഷെ കുറച്ച് കട്ട് ചെയ്യാനുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം. നമ്മുടെ നാട്ടിൽ കപ്പ എന്ന് പറയാം, ഓരോ സ്ഥലത്ത് കൊള്ളി എന്നൊക്കെ പറയുന്നേക്കാം. അപ്പോൾ ഈ കപ്പയെ ഞാൻ ഈ ഒരു സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനെ എത്ര ചെറുതാക്കിയിട്ട് നേർങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അത്രയും നേർങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ കട്ട് ചെയ്തെടുക്കാനുള്ള പ്രയാസം മാത്രമേ ഈ കപ്പ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. ഇനി ഈ കനം കുറച്ച് അരിഞ്ഞതിനെ നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടി കട്ട് ചെയ്ത് കാണിച്ചിരുന്നതാണ്. ബാക്കിയുള്ളത് ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കൊള്ളി ചിപ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെ മെഷീനിലൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് ഒരേ സൈസിൽ തന്നെ നമുക്കത് കിട്ടും. പക്ഷേ നമ്മളിപ്പം വീട്ടിൽ നിന്നൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് എത്രത്തോളം കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ പറ്റുമോ ആ രീതിയിൽ അരിഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ ഇതാ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാ ഞാൻ ഇത്രയും പീസസ് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരിഞ്ഞെടുത്താൽ തന്നെ നമ്മുടെ പകുതി പണി തീർന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിൽ വിതറി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സാവധാനം മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് സാവധാനം മിക്സ് ചെയ്തെടുക്കാം. കൈയിട്ട് അങ്ങനെ അധികം ഒന്ന് ഇതാക്കി എടുക്കരുത്, ചിലപ്പോൾ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സാവധാനം വേണം ഇത് ഉപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. സാവധാനം മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഉപ്പ് എത്തിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ഞാനിവിടെ ഉരുളിയാണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടാകണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന കൊള്ളി ഇട്ട് കൊടുക്കാം. ഇതിന് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയി കിട്ടണം നമുക്ക്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലെ ലോ ഫ്ലെയിമിലല്ലെങ്കിൽ വേഗം പുറം ഭാഗം നല്ലവണ്ണം വേഗം ഫ്രൈ ചെയ്ത് കിട്ടും, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് ആ ഒരു ക്രിസ്മസ് കിട്ടില്ല. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറയുന്നത്. നമുക്കിപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കണ്ടേ. ഇപ്പം തന്നെ കുറച്ച് കളറൊക്കെ മാറി തുടങ്ങി. ഇപ്പം നമ്മുടെ കൊള്ളി ചിപ്സ് നല്ല കളറായി തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇതിന്ന് മാറ്റാം. ഇതുപോലൊരു തട്ടിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ചൊരു കുഴിയുള്ള തട്ട്. ഈ ചൂടോടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി കൂടെ നമുക്ക് വിതറി കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുഴിയുള്ള തട്ടെടുത്തത്. ബാക്കിയുള്ളത് കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തട്ടിലേക്ക് കുറച്ച് മുളക് പൊടി വിതറി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ചൂടോടെ തന്നെ വേണം ഇത് ചെയ്യാൻ. ഇനി അടുത്തത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലിടുക. അപ്പം കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ
കുറച്ച് കറിവേപ്പില കൂടെ വറുത്തിടണം. അതിനിവിടെ നമ്മൾ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ക്രിസ്പി ആയിട്ട് തന്നെ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കറിവേപ്പില നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് കോരി ചിപ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പിയായ കൊള്ളി ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.